ശരിക്കും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ മാറ്റാൻ പറ്റും. സ്ട്രെസ് മൈൻഡിലാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് ഒരുപാട് ചിന്തകളൊക്കെ വന്നിട്ട് സ്ട്രെസ് വരുന്നെന്ന് വിചാരിക്കുന്നത്. പക്ഷേ അത് ശരീരത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. വലിയ വലിയ ആൾക്കാരൊക്കെ പുസ്തകം എഴുതുന്നത് ഇൻറ്റ്യൂഷൻ, അതായത് നമ്മൾ രാത്രി ഈ സമയത്ത് ഒരു തോട്ട് മനസ്സിലിട്ടിട്ട് കിടക്കും. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ വരും. അപ്പോൾ അത് ഞാൻ ഈ പുസ്തകം എഴുതുന്നതിലൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി വർക്കാവുകയും ചെയ്തു. തീവ്രമായിട്ട് നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ യൂണിവേഴ്സാണ്, നമുക്ക് യൂണിവേഴ്സ് എന്ന് വിളിക്കാം, ഈശ്വരൻ എന്ന് വിളിക്കാം, എന്ത് പേരിലും വിളിക്കാം. അതിനെ അത് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളറിയാതെ എല്ലാ ദിവസവും നമ്മൾ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് കുറേ ആൾക്കാർ അങ്ങനെ, അതായത് മൈൻഡ് വെച്ചിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈൻഡിന് ആ ബോഡിയിൽ വരെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സ് ഒരുപാട് സങ്കീർണമാണെന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യ മനസ്സിനെക്കുറിച്ച് കവിതകളും കഥകളും നോവലുകളും ഒക്കെ ഒരുപാട് ഇറങ്ങുന്നതും നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് വിചാരിച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താമെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതിനനുസരിച്ചുള്ള നിരവധി കോച്ചിങ്ങുകളും ഒക്കെ ഇന്ന് ബിസിനസ് സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഇവിടെയുണ്ട്. നമുക്ക് എല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ബ്രേവിൻ്റെക്കൊപ്പം ഉള്ളത് ഒരു ടെക്കി, അതായത് സോഫ്റ്റ്വെയർ പ്രൊഫഷണലായിട്ടുള്ള ഒരാൾ. മൈൻഡ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സൈക്കോളജി, ഇതൊക്കെ പഠിക്കുകയും അതിനനുസരിച്ചുള്ള നോവലുകളും പുസ്തകങ്ങളുമൊക്കെ എഴുതുകയും ചെയ്തിട്ടുള്ള ഒരാൾ. ആമസോണിൽ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ പുസ്തകങ്ങളിലെ ഏറ്റവും മികച്ച പുസ്തകമായി തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകത്തിൻ്റെ എഴുത്തുകാരനൊക്കെയാണ് ഇന്ന് ബ്രേവിൻ്റെക്കൊപ്പം ഉള്ളത്. ശ്രീ സ്വാതി അംബുജാക്ഷൻ. മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകളെക്കുറിച്ചും മനസ്സ് മാറിയാൽ എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുന്നതെന്നും ജീവിതത്തിൽ എങ്ങനെ വിജയം നേടുന്നതെന്നും ബിസിനസ് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്നുള്ള ചില കാഴ്ചപ്പാടുകളാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. ശ്രീ സ്വാതി അംബുജാക്ഷൻ ഒരു ടെക്കിയാണ്. പൊതുവേ നമ്മൾ ടെക്കികളെക്കുറിച്ചൊക്കെ കേൾക്കുന്നത് വളരെ വലിയ സമ്മർദ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ട് കോഡ് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സാധാരണക്കാരങ്ങനെയാണ് ചിന്തിക്കുക. അപ്പോൾ അതിനിടയിൽ സൈക്കോളജി എന്നുള്ളൊരു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ താല്പര്യമുള്ളത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പഠനങ്ങൾ, ആ ഒരു ഇത് ബേസ് ചെയ്തുകൊണ്ടൊരു പുസ്തകം, അത് ആമസോണിൽ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം പിടിക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു മാറ്റത്തിനൊരു കാരണം? അതായത് ഈ കോഡിങ്ങിൻ്റെ ലോകത്ത് നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ലോകത്ത് നിന്ന് ഈ ഒരു സൈക്കോളജിക്കൽ സംവിധാനത്തിലേക്കുള്ളൊരു മാറ്റം എന്തുകൊണ്ടാണ് ഉണ്ടായത്? അതിപ്പോൾ എനിക്ക് വായിച്ച് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ. അതായത് ഇപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനൊരു 20 ഇയേഴ്സായിട്ട് ആ ടെക് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ 20 വർഷത്തോളമായിട്ട് ടെക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സ്ട്രെസ്സും സ്ട്രെസ് മാനേജ്മെൻറ്റും ഒക്കെ ആ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശരിക്കും നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് കോഴ്സുകൾ വരാറുണ്ട്, കോച്ചിങ്ങുകൾ വരാറുണ്ട്. പക്ഷേ പല ബുക്കുകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയറികളായിരിക്കും. നമുക്ക് ചിലപ്പം സാധാരണക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്ത ഭാഷയിലായിരിക്കും പറയുന്നത്. കാരണം ടെക്കികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോജിക്കൽ, ആ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ. അതെ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കഥ പോലെ എഴുതിയിട്ട് ഈ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ സ്ട്രെസ്സ് മാത്രമല്ല ഇപ്പോൾ ലൈഫിൽ സക്സസ്സുകളോ ഫെയിലിയറുകളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കഥ പോലെ, ഒരു പെൺകുട്ടിയുടെ ഒരു കഥ പോലെ. അതായത് ഒരു ടെക് ഇൻഡസ്ട്രിയിലേക്ക് കയറുന്ന ഒരു പെൺകുട്ടി, പുള്ളിക്കാരുടെ ലൈഫിൽ വരുന്ന കുറേ ബുദ്ധിമുട്ടുകൾ, പിന്നെ അവർ കടന്നു പോകുന്ന കുറേ സാഹചര്യങ്ങൾ, അപ്പോൾ അതിനെ എങ്ങനെയൊക്കെ അവർ ഫേസ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ സോൾവ് ചെയ്യുന്നു, പല പല മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു കഥ പോലെ എഴുതിയതാണ് ആ ബുക്ക്. എങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നത്? അതായത് പെട്ടെന്നൊരു പുസ്തകം എഴുതാം എന്നൊരു ചിന്തയിലേക്ക്, അതായത് ഇത്രയും കാലം ഈ അനുഭവിച്ച സ്ട്രെസ്സ് മറ്റുള്ളവർ നമ്മളെങ്ങനെ ഡീൽ ചെയ്തൊന്നും മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനായിരുന്നോ ഉദ്ദേശം? അതൊരു ഉദ്ദേശമാണ്. പിന്നെ ഒരു പുസ്തകം എഴുതണം എന്നുള്ളൊരാഗ്രഹം ഒരുപാട് കാലമായിട്ടുണ്ട്. ഞാൻ എഴുതുമായിരുന്നു, അല്ലാതെ പുസ്തകമായിട്ട് എഴുതണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പുസ്തകങ്ങൾ എഴുതുമ്പോൾ നമ്മുടെ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സാധനമായിരുന്നു. അതായത് ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നമുക്ക് പുസ്തകങ്ങൾ എങ്ങനെ എഴുതാം അവരോട് പറഞ്ഞു കിട്ടേണ്ട. അതായത് വലിയ വലിയ ആൾക്കാരൊക്കെ പുസ്തകം എഴുതുന്നത് ഇൻറ്റ്യൂഷൻ, അതായത് നമ്മൾ രാത്രി ഈ സമയത്ത് ഒരു തോട്ട് മനസ്സിലിട്ടിട്ട് കിടക്കും. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ വരും. അപ്പോൾ അത് ഞാൻ ഈ പുസ്തകം എഴുതുന്നതിലൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി വർക്കാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം എഴുതിയതാണ്. അതായത് ഈ കവികളൊക്കെ പണ്ട് ഇങ്ങനെ ആക്ച്വലി അവരുടെ സൃഷ്ടി പുറത്തു വരുമ്പോൾ അവർ പ്രസവവേദന അനുഭവിക്കുന്നുള്ള രീതിയിലാണ് പണ്ടൊക്കെ കവികളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു തോട്ട് ഉള്ളിൽ വെച്ചിട്ട് അത് ഒരു വലിയ രീതിയിൽ പറ്റി പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേന് അതൊരു ഇതായിട്ട് മാറുന്നതാണോ പറയുന്നത്? അങ്ങനെയല്ല, നമ്മളൊരു കഥ മനസ്സിലുണ്ടായിരുന്നു, ഒരു കഥ ഇങ്ങനെ എഴുതണം, അതായത് ഈ ഒരു ഐഡിയ കൺവേ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കഥയിലൂടെ കൺവേ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
അപ്പോൾ കഥയുടെ സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലിട്ടിട്ട് കിടക്കും, ഇങ്ങനൊരു സന്ദർഭമുണ്ട്. അപ്പോൾ രാവിലെ എനിക്ക് നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ. ഈ പുസ്തകം എങ്ങനെയാണ് ആളുകൾ എത്രത്തോളം എന്ത് പറഞ്ഞു ഇതൊക്കെ ഇത് പുറത്തു, പ്രത്യേകിച്ചും നിങ്ങളുടെ ഇൻഡസ്ട്രി, അതായത് ഇതൊരു വ്യത്യസ്തമായ ഇൻഡസ്ട്രിയാണ്, അതായത് ഭാഷയൊക്കെ വ്യത്യാസമുണ്ട്. കാര്യം ടെക്കികൾ സംസാരിക്കുന്ന ഭാഷയിൽ അവർ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ അതൊക്കെ അവരുടെ ഒരു മേഖലയിൽ മാത്രം ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഈ പുസ്തകത്തെ അവർ എന്താണ് അവർ അനുഭവം പറഞ്ഞിട്ടുള്ളത്? അതൊരു നല്ലത്. അതായത് ഈ പുസ്തകം ഞാൻ ആ ഒരു രീതിയിൽ എഴുതി, അതായത് ഒരു ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവുന്ന രീതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മളെ മനുഷ്യനെ ഒരു സിസ്റ്റമായിട്ട്, അതായത് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട്, നമ്മുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും, നമ്മുടെ ബോഡി എന്ന് പറയുന്നൊരു ഹാർഡ്വെയറും നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറും. ഓക്കെ. അപ്പം നമ്മൾ സാധാരണ ഇപ്പം ടെക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യും, നമ്മളതിന് ബഗ്സ് എന്തുണ്ട് ഫിക്സ് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമല്ലോ. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ നമ്മുടെ ലൈഫ് വരുമ്പോൾ നമ്മൾ മൈൻഡിൽ ഒരുപാട് ബഗ്ഗുകളും കുറേ പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല, ഫിക്സ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് ക്രാഷ് ആവും. അപ്പോൾ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, അങ്ങനെയുള്ള കുറേ തോട്ട്സൊക്കെ വെച്ച് കുറച്ച് ഐഡിയകളൊക്കെയാണ് ആ പുസ്തകത്തിലുള്ളത്. ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കൂടുതൽ അങ്ങനെ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഒരുപാട് മെൻ്റലിസ്റ്റുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ കോച്ചിങ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ, കോച്ചിങ് മേഖലയൊക്കെ ഉണ്ട്. എങ്ങനെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാം, എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ അതൊരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എത്രത്തോളം നമുക്ക് സ്ട്രെസ്സ് ഈ പറയുന്ന പോലെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ, ഈ കോച്ചിങ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? ശരിക്കും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ മാറ്റാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാനിപ്പം ഈ വായിച്ചതിൽ നിന്നും പിന്നെ അതുപോലെ ഞാൻ കുറച്ച് കോച്ചിങ്ങൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ശരിക്കും ഇപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു മൈൻഡിലാണെന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. ശരിക്കും സ്ട്രെസ് മൈൻഡിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് ഒരുപാട് ചിന്തകളൊക്കെ വന്നിട്ട് സ്ട്രെസ് വരുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് ശരീരത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ, ഒരു സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യും. നമ്മൾ ആ ഒരു ഹെവിനെസ്സിന് കുറച്ചുകൂടി ഒന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ അത് വീക്കായി വരാൻ തുടങ്ങും. അത് സ്ട്രെസ്സ് താനേ ഇല്ലാതാവും. അപ്പം പൊതുവെ സ്ട്രെസ്സ് വരുമ്പോൾ സ്ട്രെസ്സ് എവിടെയാണ് നമുക്ക് അനുഭവിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് സ്ട്രെസ്സ് കൂടുന്നത്. പല സമയത്തും സ്ട്രെസ്സിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സ് കുറയാൻ തുടങ്ങും. അങ്ങനെയുണ്ട്. ഒരു ഉദാഹരണം എന്തെങ്കിലും? ഇപ്പം നമുക്ക് ചില ആൾക്കാർക്ക് ഹെവിനെസ്, നെഞ്ചിലൊരു ഹെവിനെസ് തോന്നില്ല, ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഒരു ഭാരം തോന്നും. പക്ഷേ ആ ഭാരം വരുന്ന സമയത്ത് നമ്മൾ ആ ഭാരത്തിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാമെന്ന് വിചാരിച്ചോ, അതിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പതുക്കെ വീക്കായി വരുന്നതായിട്ട് ഫീൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ആ ഹെവിനെസ് അങ്ങ് കുറഞ്ഞില്ലാതാവും. അതുപോലെ ഓരോ സ്ട്രെസ്സിനും, അല്ല സ്ട്രെസ്സ് മാത്രമല്ല, എന്ത് ഇമോഷൻസിനും നമ്മുടെ ബോഡിയും അതിൻ്റെ അനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ബോഡിയിലൊരു പാർട്ട് ഡൊമിനൻ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. ചിലർക്ക് സ്ട്രെസ് വരുമ്പം ഷോൾഡറിൽ വേദന വരും, ചിലർക്ക് വയറിൽ വേദന വരും, ചിലർക്ക് മുട്ടിൽ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ വീക്കാക്കാൻ പറ്റും. പല സമയത്തും ഈ സ്ട്രെസ്സ് പുറത്തേക്ക് വരുമല്ലോ, അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വരിക. അതായത് പലതരത്തിലുള്ള സ്ട്രെസ് ചിലപ്പോൾ ആങ്കറായിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. നമുക്ക് സ്ട്രെസ് അനുഭവിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് ബാക്കിയുള്ളവരെയും കൂടി ബാധിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നൊരിത്. അതെ അതെ. അപ്പം ഞാനിതൊരു കുക്കറിനോട് ഉപമിച്ച് പറയുകയാണേ. അതായത് ഇപ്പോൾ ഒരു കുക്കറിനകത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു ഗ്യാസ് നിറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് പൊങ്ങിയ പ്രഷർ അങ്ങ് പുറത്തേക്ക് പോകും. അതെ. ആക്ച്വലി ആങ്കർ നമ്മൾ പുറത്തേക്ക്, ഇപ്പോൾ ആങ്കർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഒരു ഇമോഷൻ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന് ഓൾറെഡി കംപ്ലീറ്റ് ഫില്ലായി കഴിഞ്ഞു. നമ്മുടെ ഉള്ളിലത് ഫില്ലായി കഴിഞ്ഞ് ബാക്കിയുള്ള സാധനം പുറത്തേക്ക് വരുന്നതാണ് അത് എക്സ്പ്രഷനായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ റൂട്ട് അപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഒരു ആങ്കർ ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതമല്ല അവിടെ പ്രശ്നം. ആ ദേഷ്യം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഫില്ലായിട്ടുണ്ട്. പുറത്തേക്ക് വരുന്നത് ഈ ആവി ഇത് നിറഞ്ഞു വരുമ്പോൾ പുറത്തേക്ക് വരുന്ന പോലെ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അത് പുറത്തേക്ക് വരുന്നത് ശരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ റൂട്ടിൽ പോയി ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് പുറത്ത് വരാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആൾക്കൊരു സമാധാനം എന്ന് പറയുന്ന ഇതിലേക്ക് ഏത് ഇമോഷനായാലും നമുക്ക് വേണ്ട ഒരു ഇമോഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതെങ്ങനെ നമ്മൾ കൊടുക്കും? അതായത് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളവരെ നമ്മളെങ്ങനെയാണ്, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു മൈൻഡ് വായിക്കുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ച് അവരെ കോച്ച് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണത് ഡീൽ ചെയ്യുക? ഞാനിപ്പം പല പല ഏരിയകളിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് താല്പര്യമുള്ള കുറേ മേഖലകളിലൂടെ, കാരണം ഇതൊരു പാഷനായതുകൊണ്ട് ഞാൻ ആദ്യം സൈക്കോളജി അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ പുസ്തകം വായിച്ച് പഠിച്ചു. പിന്നെ ഞാനൊരു ഡിഗ്രിയും ചെയ്തു അതിൻ്റെ കൂടെ.
പിന്നെ അതല്ലാതെ ഞാൻ NLP എന്ന് പറഞ്ഞിട്ട്, അത് ഒരുപാട് നമ്മൾ പോപ്പുലറായിട്ട് കേൾക്കാത്തൊരു സാധനമാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാണ് പറയാം. 2 NLP ഉണ്ട്. നമ്മുടെ ടെക്കികൾ യൂസ് ചെയ്യുന്ന നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. എനിക്കതാണ് കേട്ടൊരു പരിചയമുള്ളത്. ഇത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈക്കോളജിയുടെ, അതായത് ഇത് ഉണ്ടാക്കിയത് റിച്ചാർഡ് ബാറ്റ്ലർ എന്ന് പറഞ്ഞ 1970 വന്നതാണ്. അതായത് ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു പുള്ളിക്കാരൻ. അത് ഹ്യൂമൻ ബിഹേവിയറൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട്, ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഇപ്പം നോർമലായിട്ട് ഒരാൾക്കൊരു ട്രോമ ഉണ്ടെന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ സൈക്കോളജിയിൽ എന്താ ചെയ്യുക, നമുക്ക് തെറാപ്പിയൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ കുറേ സെഷൻസ് എടുത്ത് ഒരു മാസങ്ങളോളം എടുത്തിട്ടാണ് ട്രോമയൊക്കെ ഹീൽ ചെയ്യുക. പക്ഷേ ഈ NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 മിനിറ്റ് മതിയായിരിക്കും. ഒരാളുടെ സ്റ്റേറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് മാത്രമല്ല, ബിഹേവിയർ ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡോളജിയാണത്. അതിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, ഇപ്പം നമ്മളൊരു പൗഡർ കുപ്പി ഇരിക്കുന്നുണ്ടല്ലോ. ആ ഒരു കുപ്പി നമ്മൾ കാണുമ്പം നമ്മുടെ മൈൻഡിൽ ആ കുപ്പിയെ കുറിച്ചൊരു ഇമേജ് വരുന്നുണ്ട്. നമ്മൾ ആ കുപ്പി കണ്ടു, ഒരു ഇമേജ് അവിടെ വന്നു. പിന്നെ നമ്മൾ കുപ്പി എന്ന് പറയുമ്പോൾ ഈ ഇമേജാണ് നമ്മുടെ മൈൻഡിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇമേജുകളായിട്ടും സൗണ്ടുകളായിട്ടും ഫീലിങ്ങുകളായിട്ടും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എപ്പോഴും. ഇപ്പം നമുക്ക് പഴയ ഒരു കാര്യം ആലോചിക്കുമ്പോൾ, ഒരു ഉദാഹരണം പറയാം. നമുക്കൊരു ഭയങ്കര മോശമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് പണ്ട് നടന്നു. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഇമേജ് ആയിരിക്കാം, ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, ആ ഒരു ശബ്ദങ്ങളായിരിക്കാം. ഇതാണ് നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റേജ് എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ചിലർക്കെന്ന് പറഞ്ഞാൽ അത് ഡീപ്പായിട്ട് ക്ലിയറായിട്ടായിരിക്കും പിക്ചർ കാണുക. നമ്മളറിയില്ല, നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നുണ്ട്. നമ്മളൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് വരുന്ന ഇമേജ്, ആ ശബ്ദങ്ങൾ, ആ എക്സ്പീരിയൻസ്, ഈ മൂന്നും കൂടിയാണ് ആ ഒരു സ്റ്റേറ്റ് അവിടെ ഉണ്ടാക്കുന്നത്. ട്രോമ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും, ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇമേജസിനെ നമുക്ക്, ഇപ്പോൾ നമ്മൾ TV റിമോട്ട് എടുത്തിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കുകയും കൂട്ടും ചെയ്യാൻ പറ്റില്ലേ, വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതുപോലെ നമുക്ക് മൈൻഡിൽ അതിൻ്റെ വോളിയം കൂട്ടാനും ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനും. അപ്പോൾ നമ്മൾ ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ശബ്ദ വോളിയം കുറയ്ക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. എക്സ്പീരിയൻസിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും, കാരണം മൈൻഡിന് അതിൻ്റെ ഒരു പവറുണ്ട്. അങ്ങനെ കുറച്ച് നമ്മൾ റിപ്പീറ്റഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ റീകളക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഇൻറ്റൻസിറ്റിയിൽ ഫീൽ ചെയ്യില്ല. അത് അതായത് ഒരു തെളിച്ചമില്ലാത്ത ചിത്രമാക്കി അതിനെ മാറ്റണം. അതെ, നമുക്ക് മാറ്റാൻ പറ്റും. അതെ, മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ ലൈറ്റായിട്ട് തോന്നും. അതെങ്ങനെ മാറ്റും? അതിന് മെത്തേഡുണ്ട്, NLP മെത്തേഡുണ്ട്. നമ്മൾ ഇമാജിൻ ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് പറഞ്ഞ് തന്നെ കണ്ണുകൾ അടച്ചിട്ട് നമുക്ക് ആ ചിത്രങ്ങളെടുത്ത് നമ്മൾ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യിപ്പിച്ചിട്ട് അത് കുറച്ച് ബ്രൈറ്റ്നസ്സൊക്കെ കുറച്ച് നേരം 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഇൻസിഡൻറ്റ് ആലോചിക്കുമ്പോൾ നമുക്ക് ആ ഇൻറ്റൻസിറ്റി തോന്നില്ല. അങ്ങനെ എല്ലാ ഇമേജുകളും. അതുപോലെ ഇപ്പോൾ നമുക്ക് ചെറിയൊരു സന്തോഷം തരുന്നൊരു ഇൻസിഡൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇതുപോലെ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആക്കി മാറ്റാനും പറ്റും. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മൾ ഇതിന് സബ് മോഡാലിറ്റീസ് എന്നാണ് പറയാം. അതായത് ഈ വിഷ്വലായിട്ടും ഓഡിറ്ററി, ഇങ്ങനെ 3 തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടും ഇതിങ്ങനെ സബ് മോഡാലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ ഈ TV ഇത് ട്യൂൺ ചെയ്യുന്ന പോലെ നമുക്ക് ട്യൂൺ ചെയ്തിട്ട് നമ്മുടെ എക്സ്പീരിയൻസസ് മാറ്റാം. അപ്പോൾ ഈ പൊതുവെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന, അതായത് ജീവിത വിജയത്തിന് വേണ്ടിയിട്ട്, അതായത് ബിസിനസ്സിൽ വിജയം നേടാൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് അതിന് വരുന്ന മോട്ടിവേഷൻ ചെയ്യാൻ വരുന്ന ആളുകൾ, ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇതെന്താണ്, ഇതുകൊണ്ട് ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ? അങ്ങനെ ഒരാൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? എന്താണ് അതിനകത്ത്? കഴിയും. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയണമെന്നുണ്ട്. അത് നമ്മൾ പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നൊരു ടേം ഞാൻ പറയണം. അതായത് മാനിഫെസ്റ്റേഷൻ. അത് നമ്മൾ ഒരുപാട് കോച്ചുകളൊക്കെ ഉണ്ടല്ലോ മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അത് ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് അത് വർക്ക് ചെയ്യുന്നതൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്തിട്ട്, ഈവൻ ഈ ബുക്കുകൾ എഴുതുന്നതും ഓതർ ആവുന്നതൊക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം കൂടിയാണ്. കാരണം ഞാനൊരു ടെക് ലൈഫിൽ അങ്ങനെ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്കൊരു ഈ കോച്ചിങ് ഫീൽഡിലേക്ക് വരണം, ഒരു ഓതർ ആവണം, ഒരു തോട്ട് ലീഡർ ആവണം, അങ്ങനെയുള്ളൊരു ഐഡിയകളൊക്കെ മനസ്സിലേക്ക് വന്നു. അവിടെയാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു നമുക്ക് ഇപ്പോൾ നമ്മൾ കാണാറുണ്ടാവും, യൂട്യൂബിലും ഇതിലൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടാവും മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ പോളോ കൊയ്ലോയുടെ നോവലിൽ പറയാറുണ്ട്. അതായത് നമുക്ക് തീവ്രമായിട്ടൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ശരിക്കും. നമ്മൾ തീവ്രമായിട്ട് നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ യൂണിവേഴ്സ്, നമുക്ക് യൂണിവേഴ്സ് എന്ന് വിളിക്കാം, ഈശ്വരൻ എന്ന് വിളിക്കാം, എന്ത് പേരിലും വിളിക്കാം അതിനെ, അത് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളറിയാതെ എല്ലാ ദിവസവും നമ്മൾ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട്, നമ്മൾ കടത്തില്ലെന്ന് വിചാരിക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും കടമെന്ന് വിചാരിക്കുക. അപ്പം യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എനർജിയെ സംബന്ധിച്ചിട്ട്
നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണെന്നാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതായത് നമ്മുടെ ഇമോഷൻ, അതായത് നമ്മൾ പറയുന്ന ലാംഗ്വേജ് അല്ല, നമ്മൾ എന്താണ് ഇമോഷൻ നമ്മൾ കൊണ്ടു കിടക്കുന്നത്, അതാണ് ആ ലാംഗ്വേജ്. നമ്മൾ എന്ത് ഇമോഷൻ എത്രത്തോളം കൂടുതൽ കൺസ്യൂം ചെയ്യുന്നോ അത്രത്തോളം അത് കൂടുതൽ വരാനുള്ള ഒരു സാധ്യതകൾ അവിടെയുണ്ട്. അത് നമുക്ക് ലൈഫ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ചിലത് നമുക്ക് ലോജിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു വലിയൊരു ദുരന്തം വന്ന ഒരാളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അടിക്കടിയായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യെസ്. അതെ. അപ്പോൾ അയാൾ ആദ്യം വരുന്ന ആ ഒരു പ്രശ്നത്തിൽ അയാൾ ആ ഒരു ഇമോഷൻ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. അതിനെ ആലോചിച്ചിട്ട് അയാൾ ബുദ്ധിമുട്ടാൻ തുടങ്ങും, അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത്രത്തോളം അയാൾ ചിന്തിക്കുന്നോ അത്രത്തോളം ആ ചിന്ത കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഇൻസിഡൻസ് കൂടുതൽ വന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ. അപ്പോൾ അതൊരു ലൂപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അയാൾ എന്നാണോ അതിൽ നിന്ന് പുറത്തു വരുന്നത് അതുവരെ അത് ലൂപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർ നമ്മളറിയാതെ നമ്മൾ പല പല ഇമോഷൻസും കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം സക്സസ്ഫുൾ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സക്സസ്ഫുള്ളായിട്ടിരിക്കുന്ന ഒരാളുടെ ഇമോഷൻ എന്താണോ അത് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സക്സസ് ആവാനുള്ള സാധ്യതകൾ നമ്മൾ കാണാൻ തുടങ്ങും, നമ്മളിലേക്ക് വരാനും തുടങ്ങും. അങ്ങനെയാണ് ആ ഒരു, അതായത് നേച്ചർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരൻ അല്ലെങ്കിൽ സറൗണ്ടിങ്സ് എന്തായാലും, ലോകം എന്തായാലും, പ്രപഞ്ചം എങ്ങനെയായാലും, അപ്പോൾ അതിനുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഒരുക്കി കൂട്ടിക്കൊണ്ടേയിരിക്കും, വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങളുണ്ടാവും, പോസിറ്റീവ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതെ, അത് നമ്മൾ ചിന്ത മാത്രമല്ല, ഇപ്പം ചിന്തയൊക്കെ കൂടുതൽ അവിടെ നമ്മുടെ ആ ഒരു ഇമോഷനാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. നമുക്ക് ചിന്തകൾ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ സങ്കടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ചിന്ത മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷനാണ് അവിടെ ശരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അയ്യോ എനിക്കിത് വന്നല്ലോ എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അങ്ങനെയുള്ളത് വരാനുള്ളൊരു പോസിബിലിറ്റീസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് രണ്ട് രീതിയിലുണ്ട്. ഇപ്പം നമുക്ക് ഒരു ദുരന്തം വന്നു എന്ന് വിചാരിക്കാം, നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിലൊരു സാധനമുണ്ട്, അത് ബ്രെയിനിൽ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം അതിന് പറയുക. അതൊരു ഫിൽട്ടറാണ് ശരിക്കും. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഇപ്പം നമ്മളൊരു കാറ് വാങ്ങിക്കാൻ പോയി, നമ്മളൊരു കാറ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു, അല്ലെങ്കിൽ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കി, അല്ലെങ്കിൽ അത് വാങ്ങിച്ചു. പിന്നെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ കാറ് കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മൾ എവിടെ നോക്കിയാലും ആ കാറ് കാണാം. നമ്മൾ വിചാരിക്കുക ഈ കാറ് ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കാം. ഇതുപോലെ നമ്മൾ ചില സമയത്ത് ഒരു മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പല ആൾക്കാരുടെ കണ്ടില്ല മൊബൈൽ കാണാൻ തുടങ്ങും. ഇപ്പോൾ ഒരാളൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അയാൾ കല്യാണം കഴിച്ചു, വൈഫ് പ്രഗ്നൻ്റായി. അയാൾ വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ അയാൾ കയറുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ സൈഡിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ അവിടെ ഉണ്ടെന്നുള്ളത്. അതുവരെ അന്ന് അയാൾ കണ്ടിട്ടില്ല. അത് പിന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ കുട്ടികൾ നടക്കുന്നത്, അമ്മമാർ നടക്കുന്നത്, ഇതൊക്കെ അയാൾ കണ്ണിലേക്ക് വിടാൻ തുടങ്ങുകയാണ്. അപ്പം എന്തിനാണോ അയാൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് അതിനനുസരിച്ചിട്ട് ചുറ്റുപാടുള്ള കാര്യങ്ങൾ ബ്രെയിൻ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങും. ബ്രെയിൻ നമുക്കിത് കാണിച്ചു തരാൻ തുടങ്ങും. ഇപ്പോൾ ഒരാൾ സക്സസ്ഫുൾ ആവണമെന്ന് മനസ്സിലൊരു ചിന്ത ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഈ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങും. നമ്മൾ 10 മില്യൺസോളം സംഭവങ്ങൾ നമ്മൾ ചുറ്റും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുക. അതിലേകദേശം 1% മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നുള്ളൂ. ഈ ഉള്ളിലേക്ക് എടുക്കുന്നതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിന് ബേസ് ചെയ്തുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഈ അടുത്തിടെ ഞാൻ ഈ റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം മിക്ക പ്രശ്നങ്ങളിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരിക വീട്ടിൽ, അതുകൂടി ആ പ്രശ്നത്തിൽ ഫോക്കസ്ഡ് ആയെന്ന് വിചാരിക്കുക. നമ്മുടെ ഉള്ളിൽ ആ പ്രശ്നങ്ങൾ കിടക്കുകയാണ്. പിന്നെ ബ്രെയിൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ മാത്രം, തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങും, പ്രശ്നങ്ങളിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആവും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്നത് പ്രശ്നങ്ങൾ മാത്രമായിരിക്കും, ദുരന്തങ്ങൾ മാത്രം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പം അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോവുക. അപ്പം ഞാൻ ഈ അടുത്ത് ചെയ്തൊരു, അതായത് ഭയങ്കര ഒരു ട്രാജഡി ആയിട്ടുള്ള ലൈഫാണ്, ഒരു സൂയിസൈഡൽ ഇതിലൊക്കെ എത്തി നിൽക്കുന്നൊരു ഫാമിലി. അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ ചെറിയൊരു ചേഞ്ചസ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ദിവസവും ഏതെങ്കിലും 3 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക, എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടൊന്ന് ഫീൽ ചെയ്യാം. എല്ലാ ദിവസവും എഴുതിയിട്ട് എനിക്ക് അയക്കാൻ പറഞ്ഞത്. ഒരു 2 ആഴ്ച കഴിഞ്ഞതോടുകൂടി ബ്രെയിൻ എന്ത് സംഭവിച്ചു, ബ്രെയിൻ ഇത് ട്യൂൺ ചെയ്യാനാണ്. അതായത് ഈ 3 പോസിറ്റീവ് സാധനമായിട്ട് ബ്രെയിനൊരു വർക്കാണല്ലോ അവിടെ. അപ്പോൾ അത് 2-3 സാധനങ്ങൾ കണ്ട് ദിവസവും ചെയ്ത് പിന്നെ അത് അൺകോൺഷ്യസ് ആയിട്ട്, കോൺഷ്യസ് അല്ലാതെ തന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കാരണം അതിനൊരു ടാസ്ക് ഉണ്ട്, ഇത് കണ്ടുപിടിക്കണം എന്നുള്ളത്. അപ്പോൾ അത് പതുക്കെ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ മാത്രം നോട്ടീസ് ചെയ്യാൻ തുടങ്ങി.
അതോടുകൂടി ലൈഫ് മാറാൻ തുടങ്ങി. ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് കാണാൻ തുടങ്ങി. ലൈഫ് കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആയി. ചെറിയൊരു ചേഞ്ചസ് ആയിരുന്നു അത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഭയങ്കര പ്രശ്നമാണ് നമുക്കെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ മാത്രം കാണാൻ തുടങ്ങും. ഇപ്പം നമ്മൾ കടത്തിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കടത്തിനെക്കുറിച്ച് ചിന്ത മനസ്സിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഫോക്കസ് എപ്പോഴും കടം, അല്ലെങ്കിൽ ബാലൻസ് ഇല്ലാത്ത കാര്യങ്ങൾ, ഇവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മൾ കംപ്ലീറ്റ് ഇതിലായിരിക്കും നമ്മുടെ ഫോക്കസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മളിലേക്ക് വരുന്നതൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഒരു ലൂപ്പിൽ അങ്ങനെ കടന്ന് പോകും. അതിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ പുറത്ത് വരുന്നത്, നമുക്ക് നമ്മളെ അതായത് റിച്ചായിട്ട് ഫീൽ ചെയ്യുന്ന എപ്പോഴാണോ അപ്പോഴേ നമ്മളത് കാണാൻ തുടങ്ങുള്ളൂ. പിന്നെ നമ്മൾ റിച്ച് ആവുകയുള്ളൂ. അതെ, അതിലൊരു കാര്യം കൂടിയുണ്ട്. ഈ ബ്രെയിനിനൊരു പ്രത്യേകതയുണ്ട്. അതിന് ഈ സൈക്കോളജി ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് നമ്മളൊരു കാര്യം റിപ്പീറ്റഡായിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പം ഒരു കാട്ടിലൊരു വഴിയില്ലാന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാളതിൽ നടന്നുപോയി. അപ്പോൾ അവിടെ ചെറിയൊരു വഴി പോലെ വരുമല്ലോ. പിന്നെ 2-3 പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ അതൊന്നുകൂടി ക്ലിയറായി വരും. കുറച്ച് കാലം കഴിയുമ്പം ആൾക്കാരൊക്കെ അതിലേ പോയി അത് ചിലപ്പോൾ റോഡ് പോലെയായി മാറും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകൾ ഒരു പ്രാവശ്യം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നേരത്തെ ഒരു ലൈനിൽ ഒരു പാത്ത് അവിടെ ഉണ്ടാവും, ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സ് അവിടെ ഉണ്ടാവും എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം പിന്നീട് ചിന്തിക്കുന്നോ, റിപ്പീറ്റഡായിട്ട് ചിന്തിക്കുന്നോ, അത് സ്ട്രോങ് ആയി നമ്മുടെ മെൻ്റൽ സ്റ്റേജ് അതായി മാറും കുറച്ച് കഴിയുമ്പോൾ. അപ്പം എനിക്ക് മനസ്സിലേക്ക് വന്നിരുന്നതാണ് ജോ ഡിസ്പെൻസയുടെ ഒരു എക്സാമ്പിൾ പറയും പുള്ളി. അതായത് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്. അതായത് 30 ആൾക്കാരെ വിളിച്ചു. അതിൽ 15 ആൾക്കാർക്ക് ഒരു പിയാനോ കൊടുത്തു. എന്നിട്ട് അവർക്ക് നോട്ടും കൊടുത്തു. അതായത് പിയാനോയിൽ വായിക്കേണ്ട നോട്ടും കൊടുത്തു. ഇപ്പറേ 15 ആൾക്കാർക്ക് ഈ നോട്ട് മാത്രം കൊടുത്തു, പിയാനോ കൊടുത്തില്ല അവർക്ക്. എന്നിട്ട് ഈ 2 ഗ്രൂപ്പിനോടും ഒരു 30 ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അതായത് പിയാനോ ഉള്ള ആൾക്കാരോട് നോട്ട് നോക്കി വായിക്കാനും, മറ്റേ ആൾക്കാരോട് എന്താ പറഞ്ഞതെന്നറിയോ, ഇരിക്കുക, കണ്ണടച്ചിട്ട് പിയാനോ മുന്നിൽ ഉണ്ടെന്ന് വിചാരിക്കുക, എന്നിട്ട് വിഷ്വലൈസ് ചെയ്ത് വായിക്കുക. 1 മാസം 2 പേരും ചെയ്തു. 1 മാസം കഴിഞ്ഞിട്ട് 2 പേരെ കൊണ്ടത് പ്ലേ ചെയ്യിപ്പിച്ചു. 2 പേരും ഏകദേശം ഈക്വൽ ലെവലിലാണ് പെർഫോം ചെയ്തത്. അതായത് നമ്മുടെ ബ്രെയിനിൽ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഈവൻ ആ കയ്യിൽ, അതായത് ഈ മസിൽ മെമ്മറി ഒക്കെ വർക്ക് ചെയ്യേണ്ടത് ശരിക്കും. അപ്പോൾ അതെല്ലാം അവിടെ നടന്നു ശരിക്കും. അപ്പോൾ ബ്രെയിനിന് അങ്ങനെ ഒരു പവറുണ്ട് ശരിക്കും. ഈ അടുത്ത് കുറേ ആൾക്കാർ അങ്ങനെ, അതായത് മൈൻഡ് വെച്ചിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം. അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈൻഡിന് ആ ബോഡിയിൽ വരെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാമല്ലോ. മൈൻഡ് നമ്മളൊന്ന് ശ്വാസം നന്നായി എടുത്തിട്ട് നമ്മുടെ ബോഡി റിലാക്സ് ആവുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ വയറൊക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ മൈൻഡിൽ വയറ് കുറയണേ. അതങ്ങനെയല്ല, അതിൽ കുറേ മെത്തേഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് അല്ല, സിമ്പിളായിട്ട് പറയുമ്പോൾ ആ ഒരു ചിന്ത ആദ്യം വരണമല്ലോ. ഇത് കുറയണമെന്നുള്ള ചിന്ത വന്നാലല്ലേ കാര്യങ്ങൾ നടക്കും. നമുക്ക് ഡീപ്പായിട്ടുള്ള ചിന്ത വേണം എന്ത് ചെയ്യണം എന്നുള്ളത്. ഈ മെൻ്റലിസ്റ്റുകളൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ എങ്ങനെ മനസ്സിലാക്കും? അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണല്ലോ. അതെങ്ങനെയാണ്? ഒബ്സർവേഷൻ ആണോ അതിനകത്ത്? മെൻ്റലിസ്റ്റുകൾ, ഞാൻ കുറച്ച് മെൻ്റലിസം, ഞാൻ ഈ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ മെൻ്റലിസം കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് NLP എന്ന് പറയുന്നത് ഒരു തെറാപ്പിയുടെ ഒരു സൈഡാണ്. അപ്പം മെൻ്റലിസം പ്രത്യേകിച്ച് മൈൻഡിനെ ട്രിക്ക് ചെയ്യുന്നതാണ് കൂടുതലായിട്ടും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് പറയുമ്പോൾ നമുക്ക് മൈൻഡിൻ്റെ ഒരു പവറും പറയാം. അതായത് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മൈൻഡ് വിശ്വസിക്കും. ഇപ്പം പറയുകയാണ്, ഇപ്പം ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ചിന്തിക്കുക. ഇപ്പം നമ്മൾ ഉമിനീർ ഇറക്കുന്നുണ്ടല്ലോ, ഒന്ന് ഉമിനീർ ഇറക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇല്ലേ? ഇനി എനിക്ക് ഉമിനീർ ഇറക്കാൻ പറ്റില്ല എന്ന് മനസ്സിൽ പറയാം. ഇപ്പം തന്നെ എനിക്ക് പറ്റുന്നില്ല. നമ്മൾ ഉമിനീർ ഇറക്കാൻ പറ്റില്ല എന്ന് നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ട് ഉമിനീർ ഇറക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഉമിനീർ ഇറക്കാൻ പറ്റില്ല. അത് അവിടെ സ്റ്റക്കാവുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും. അതെ, ശരിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നൊരു കഴിവില്ല എന്ന് നമ്മൾ പറയാമെന്ന് വിചാരിച്ചത് നമ്മളോട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, നമ്മൾ റിസീവ് ചെയ്തതോടുകൂടി നമ്മുടെ ബോഡി അത് സത്യമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക ചെയ്യുന്ന അവിടെ. അതായത് എനിക്ക് ഉമിനീർ ഇറക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതോടുകൂടി അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ എഫേർട്ടും ശരീരത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പം എനിക്ക് ഇന്നൊരു സാധനത്തിൽ കഴിവില്ല എന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചു, വെറുതെ പറഞ്ഞാൽ മതി. അതോടുകൂടി എന്താ ചെയ്യുക, ആ ഒരു സാധനം, എനിക്ക് തുടക്കത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് കോഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ. ഒരു കരിയറിൻ്റെയൊക്കെ ഒരു തുടക്കത്തിൽ കോഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എപ്പം കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോവും, നമുക്ക് ആ ലോജിക്കൊന്നും വർക്ക് ചെയ്യില്ല. ഇതുപോലെ സിമിലർ എക്സാമ്പിൾ വേറൊരാൾക്ക് വന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ രണ്ടും റിലേറ്റ് ചെയ്ത് പറയുകയാണ്.
ഒരു കുട്ടി, ആ കുട്ടിക്ക് അത് ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്, ആ കുട്ടിക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ട്, ബാക്കി എല്ലാം ഭയങ്കര ഈസി, മാത്സ് ഭയങ്കര ടഫ്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ കുട്ടിയോട് അമ്മ പറഞ്ഞിരുന്നു, മോളെ മാത്സ് ടഫാണ്. ഈ ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി അത് മൈൻഡിലേക്ക് എടുത്തു. പിന്നെ മാത്സ് ബുക്ക് തുറക്കുന്ന സമയത്തേക്കും ഈ ഒരു ഇൻസ്ട്രക്ഷൻ മനസ്സിലുള്ളതുകൊണ്ട് ആ ലോജിക്കൽ ഇതൊന്നും ബ്രെയിനൊന്നും വർക്ക് ചെയ്യുന്നില്ല, അതൊക്കെ അങ്ങ് വീക്കായി പോവാണ്. അപ്പോൾ ആ ഒരു ബിലീഫ് സിസ്റ്റം അങ്ങ് ഒരാളുടെ ഇൻസ്ട്രക്ഷനിൽ നിന്ന് ആ ഒരു ബിലീഫ് സിസ്റ്റം അവിടെ ഫോമായി. അപ്പോൾ ഞാനും എവിടെയോ ഇത് കേട്ടിട്ടുണ്ടായിരുന്നു, ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണെന്നുള്ളത്. അതോടുകൂടി നമ്മളറിയാതെ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട് അത്. പക്ഷെ നമ്മൾ റിയലി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതാണ് നമ്മുടെ ബോഡി അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും. അതൊക്കെ നമുക്ക് എന്നിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. മനസ്സാണ് എല്ലാം എന്ന് പറയുന്നത് വെറുതെ അല്ല. അതെ അതെ, മനസ്സ് നമ്മുടെ ലൈഫ് തന്നെ. നമ്മൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളും ഇപ്പം നമ്മളോട് ഒരാൾ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, ഓക്കെ നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളങ്ങനെ ആവും. കാരണം അത് അങ്ങനെ ആവണമെന്നില്ല, നമ്മളത് വിശ്വസിച്ചു എന്ന് വിചാരിക്കുക, നമ്മുടെ മൈൻഡിലേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ നമ്മുടെ ലൈഫ് അങ്ങനെയായിരിക്കും. അതായത് ഒരു 7 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികളോട് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവരുടെ പിന്നീടുള്ള ലൈഫിനെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കൂടി പറയാം. നമ്മുടെ മോൻ 3 വയസ്സാണ്. പുള്ളിക്കാരൻ ഡേ കെയറിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡേ കെയർ അവർ ചെറിയൊരു ഷൈനസ് ഉള്ള ആളാണ്, അതായത് സംസാരിക്കാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ടീച്ചർ പറഞ്ഞു, മോൻ സംസാരിക്കില്ല അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ പുള്ളി പിന്നെ സംസാരിക്കുന്നത് വളരെ കുറഞ്ഞു, അതായത് കുറച്ചുകൂടി കുറഞ്ഞു. അതായത് ആ ഒരു ഇൻസ്ട്രക്ഷൻ വന്നതോടുകൂടി കുട്ടിയുടെ മനസ്സിലൊരു തോട്ട്, ഓക്കെ ഞാൻ കുറവാണോ എന്നുള്ളൊരു തോന്നൽ വന്നതോടുകൂടി പിന്നെ അതിനുവേണ്ടി ആ കുട്ടി അങ്ങനെ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ 2-3 ദിവസം ഉറങ്ങുന്ന സമയത്ത് ചെവിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തു, അതായത് നീ വളരെ സ്മാർട്ടാണ്, നന്നായി ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന ആളാണ്. നമ്മൾ 2-3 ദിവസം റിപ്പീറ്റഡായിട്ട് പറഞ്ഞു കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് ടീച്ചർ പറഞ്ഞു, എന്താ സംഭവിച്ചു, ഭയങ്കര ആക്റ്റീവാണല്ലോ മോൻ, ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അത്രയും ചേഞ്ചസ് നമ്മുടെ ഓരോ ഇൻസ്ട്രക്ഷൻസും ഓരോ ആൾക്കാരിലും ഉണ്ടാക്കുന്നുണ്ട്, കുട്ടികളിലും വലിയ ആൾക്കാരിലും എല്ലാവരിലും. നമ്മളറിയാതെ അവരുടെ ഒരു ക്യാരക്ടറിനെ സ്വാധീനിക്കുന്നുണ്ട്, അവരുടെ ലൈഫിനെ അവരുടെ ആ ഹോൾ ലൈഫിനെ നമ്മൾ ചെറിയൊരു ഇൻസ്ട്രക്ഷൻ കൊണ്ട് ചിലപ്പോൾ സ്വാധീനിക്കുന്നുണ്ടാവും. അപ്പം മെൻ്റലിസ്റ്റുകളെ ഒരു കാര്യമുണ്ട്, അതായത് എന്താ പ്രശ്നം വെച്ചാൽ ഈ മെൻ്റലിസ്റ്റുകളുടെ അടുത്തൊക്കെ ചെന്നാൽ അവർ പഴയ ലൈനൊക്കെ കണ്ടുപിടിക്കും. ഇല്ല, അത് അങ്ങനെ ഒരു മൈൻഡ് റീഡിങ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് അങ്ങനെ ഒരു മൈൻഡ് റീഡിങ് അല്ല, അത് കൂടുതലും ഒരു സജഷൻസ് തരുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, അതായത് ഒരു ചിത്രം വരയ്ക്കാൻ പറയുകയാണ്. അതായത് ഒരു ചിത്രം വരയ്ക്കാൻ പറയുന്ന സമയത്ത് എൻ്റെ കൈയിൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പോവുക. അത് ഞാൻ പറയാം, ഒരു ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയിൻ്റെ മൂവ്മെൻറ്റ് പോകുമ്പോൾ ഞാനിവിടെ ഒരു വീടിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളറിയാതെ നമ്മൾ ഈ സാധനങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്, അതായത് ഈ സജഷൻസ്. അതായത് ഞാനൊരു വീടിൻ്റെ ചിത്രം വരയ്ക്കുക എന്നുള്ള സജഷൻ അവിടെ തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഈ ഒരു സാധനം വരുമ്പോൾ ഒരു വീടിൻ്റെ ചിത്രം അവിടെ വരും. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ വീടിൻ്റെ ചിത്രം അവിടെ നമ്മൾ വരയ്ക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്, ഒരു ചിത്രം വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു ട്രയാങ്കിളും ഒരു സ്ക്വയറും വരച്ചു. അപ്പോൾ ട്രയാങ്കിളും സ്ക്വയറും വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന പിക്ചർ വീടിൻ്റെ ആയിരിക്കും. അങ്ങനെ കുറേ സജഷൻസ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന അനന്തുവാണോ, മെൻ്റലിസ്റ്റ് അനന്തുവാണോ തോന്നുന്നു, അത് ജിമ്മിലേക്ക് കയറി ചെന്നിട്ട് മസിൽമാരുണ്ട്, അവരോട് 1 കിലോയിലെ ഡമ്പൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയും. എടുക്കാൻ പറ്റില്ല, അവർ 200-200 kg എടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾക്കത് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതോടുകൂടി അവരുടെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ വരുന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഒരാൾക്കത് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര ശ്രമിച്ചാലൊക്കെ എടുക്കാൻ പറ്റില്ല. കാരണം ആ മൈൻഡും ശരീരവും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ അതൊക്കെ ഉയർത്താൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഉമിനീര് ഇറക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഉമിനീര് ഇറക്കാൻ പറ്റില്ല. അതുപോലെയാണ് അതവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം മെൻ്റലിസ്റ്റിന് പലതും ആ ഒരു അതോറിറ്റി സെറ്റ് ചെയ്യുന്നു, നമുക്കൊരു ഇത് നമുക്ക് തരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പിന്നെ അതിനകത്ത് ഒബ്സർവേഷനും കൂടെ ചെയ്തിട്ടുണ്ട്. വെർബൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെ, ഫേസ് എക്സ്പ്രഷൻസ് ഉള്ള അതുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. അതുപോലെ ഈ ബിസിനസ്സിലുള്ള, നേരത്തെ ഞാൻ ആ ഒരു ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നു, ബിസിനസ്സിൽ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാകും, ഫലപ്രദമാകും? അതായത് ഇപ്പം നമ്മളിടയ്ക്ക് പല ഇതിലൊക്കെ വായിച്ചിരുന്നല്ലോ, അതായത് വന്നിട്ട് ബിസിനസ്സുകാരെ വഴക്ക് പറയുന്നു, ചീത്ത പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഭയങ്കര ഒരു ചർച്ചയും, ഒരാളെ അദ്ദേഹത്തോട് ഇനി വരണ്ടെന്നൊക്കെ പറയുക, അങ്ങനെ പത്രത്തിലൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ മോട്ടിവേറ്റർമാർ ഇങ്ങനെ അവരെ അത് സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു അതായത് വിജയത്തിലെത്തിക്കാനും പണം സമ്പാദിക്കാനും ഒക്കെ എങ്ങനെയാണത് നടക്കുന്നത്? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, അതായത് ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കസ്റ്റമേഴ്സ് ഉണ്ടാവണം, പിന്നെ ധനം.
ഈ 2 സാധനം ഇമ്പോർട്ടൻ്റ് ആണല്ലോ അവിടെ. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് കൂടുതൽ ആൾക്കാർക്കും ബിസിനസ് ഫെയിൽ ആവുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധനത്തിനോടുള്ളൊരു അപ്രോച്ചുണ്ട്, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, പണത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മുടെ ഒരു സോഷ്യൽ കണ്ടീഷനിങ് അവിടെ നടന്നിട്ടുണ്ട്. അതായത് പണം എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് പണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്കും പണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു ഗിൽറ്റ് ഫീൽ വരും. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു കോടീശ്വരനാവണമെന്ന് പറയുകയെന്ന് വിചാരിച്ചോ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ ഒരുപാട് പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യം എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. അതെ, അങ്ങനെയൊക്കെ പറയാവോ എന്നൊക്കെ ഉള്ള. അതെ, ഇത് നമ്മുടെ ഒരു സോഷ്യൽ, നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ സോഷ്യൽ കണ്ടീഷനിങ് കൊണ്ട് നമ്മൾ അങ്ങനെ ആയിപ്പോയതാണ്. അതായത് ചിലപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, വലിയൊരു വീട് കാണിച്ചിട്ട് നമ്മളോട് ചിലപ്പം നമ്മുടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അതെ അവരത് പണം സമ്പാദിച്ചത് വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെയാണോ, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് വലിയ പണക്കാരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ മൈൻഡിൽ അവർ ഒരു നല്ല ആൾക്കാരല്ല എന്നുള്ളൊരു തോന്നൽ എവിടെയോ വരും. ഇല്ലീഗലായി പൈസ ഉണ്ടാക്കിയവരാണെന്നൊരു തോന്നൽ, ഇല്ലീഗലായുള്ള പൈസ ഉണ്ടാക്കുന്നു. അത് എന്താ പറയാ, നിധി കിട്ടിയതുണ്ടാവും പലതാണ്. അതായത് ഇങ്ങനെയൊക്കെയുള്ള എന്തും പറയാം. അതായത് അവർ എഫോർട്ട് ഇട്ടിട്ട് ഒരു നമുക്ക് ഒരിക്കലും അത് ജെന്യുവനായിട്ട് ഉണ്ടാക്കിയ ഒരു പണമെന്നുള്ള തോന്നൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരില്ല. അതുപോലെ തന്നെ സിനിമകളും നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റാനിക് മൂവി എടുക്കാം. ഇപ്പോൾ ടൈറ്റാനിക് മൂവി കണ്ടിട്ടുണ്ടല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ടൈറ്റാനിക് മൂവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സംഭവമാണ്, പക്ഷേ നമ്മളെ ഡീപ്പായിട്ട് സ്വാധീനിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ അതിൽ ഹീറോയിന് നോക്കാം. ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പുവർ ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്, പക്ഷേ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നു, ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുവറായിട്ടുള്ള ദരിദ്രമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് സന്തോഷം കൂടുതലുണ്ടാവുക എന്നുള്ളൊരു ചിന്ത അവിടെ ഉണ്ടാവും. പിന്നെ അവിടെ സംബന്ധിച്ചിട്ട് അവിടെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതലും ദുഷ്ടന്മാരായിരിക്കും, അവരുടെ ലൈഫും സന്തോഷത്തിലായിരിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും കണ്ടീഷനിങ് ചെയ്യപ്പെടുകയാണ്. അതായത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാണെന്നുള്ളതും, അല്ലെങ്കിൽ ഇപ്പം അങ്ങനത്തെ കുറേ ഈവൻ പഴഞ്ചൊല്ല് നമ്മൾ അതായത് ഇപ്പോൾ പണം മരത്തിൽ കഴിക്കില്ല എന്ന് പറയും നമ്മൾ. അങ്ങനെ പല ഇങ്ങനെ പ്രോവർബുകളും പല ചൊല്ലുകളൊക്കെ കൂടി നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയൊരു സക്സസ്സിലേക്ക് എത്താവുന്ന, അല്ലെങ്കിൽ ഒരു റിച്ചിലേക്ക് പോകാൻ പറ്റുക, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് സക്സസ്സിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മളെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഉള്ളിൽ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീസ് കാണില്ല. അതെ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നൊരു സംഭവമായിരിക്കും. അതായത് പണ്ട് പോലെ, അതായത് ലൈഫ് സെറ്റിൽ, അതായത് നമുക്കൊരു ഗവൺമെൻറ് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലായി നമുക്കൊരു തോന്നലുണ്ടാവും. പക്ഷേ അത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, പക്ഷേ ഇപ്പം നമുക്ക് കോടിക്കണക്കിന് ഓപ്പർച്യൂണിറ്റീസാണ് ഇപ്പോൾ ചുറ്റും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ തന്നെ കാണുന്ന കോച്ചിങ് ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർ, അവർക്ക് വലിയ എഡ്യൂക്കേഷനൊന്നുമില്ല, ഒരു സ്കില്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ മാസത്തിൽ 50 ലക്ഷം, 1 കോടി, 2 കോടിയൊക്കെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പക്ഷേ നമ്മളിപ്പോഴും ഒരു പഴയ മൈൻഡ് സെറ്റിൽ തളച്ചിട്ടുണ്ട് നമ്മൾ. അതായത് ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോബാണ്, പക്ഷേ ഒരിക്കലും സെക്യൂർഡ് അല്ല. നമ്മൾ ആലോചിച്ച് നമ്മളൊരു ലിമിറ്റഡ് ജീവിതമായിരിക്കും എപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ടാവുക. അപ്പം ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലിമിറ്റേഷൻസിനൊക്കെ ആദ്യം കളയാന്നുള്ളതാണ്. നമ്മുടെ മൈൻഡിലുള്ള പല ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചെറുപ്പത്തിൽ കണ്ടീഷൻ ചെയ്ത കാര്യങ്ങളുണ്ടാവും, വലുതായപ്പോൾ കണ്ടീഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇതിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ആദ്യം ഒരു സക്സസ്സിലുള്ള ആദ്യ സ്റ്റെപ്പ് വരുന്നത്. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഇമാജിനേഷൻ, വിഷ്വലൈസേഷനൊക്കെ നന്നായി വർക്ക് ചെയ്യും. ഓക്കെ, ഈ പുസ്തകങ്ങളിപ്പോൾ ഒരു പുസ്തകം എഴുതി, അത് കഴിഞ്ഞിട്ട് പുസ്തകങ്ങൾ എഴുതിയോ? എന്താണ് ഇപ്പോൾ ഈ ഫീൽഡ് തന്നെയാണോ ഇപ്പോൾ എഴുതുന്നത്? ഞാൻ ഒരു 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഇതായിരുന്നു. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റൽ സൈക്കോളജി എവരി വൺ ഷുഡ് നോ എന്ന് പറഞ്ഞിട്ട്, അതായത് ബേസിക് ആയിട്ടുള്ള സൈക്കോളജി, നമ്മുടെ ലൈഫിൽ എല്ലാവരും കാണുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നാർസിസിസ്റ്റ് ബിഹേവിയർ എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതെല്ലാവർക്കും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിലപ്പം അങ്ങനെയുള്ള പാർട്ട്നേഴ്സിൻ്റെ കൂടെ ജീവിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതൊരു ബിഹേവിയറൽ ഇഷ്യൂ ആണെന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. അതായത് ഇപ്പം OCD കുറിച്ച് പറയും. OCD നമുക്കറിയില്ല, ഇപ്പോൾ ഭയങ്കര ഡിസിപ്ലിനായിട്ട് ചില OCD ഉള്ളതാണെന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല, പാർട്ട്നേഴ്സിന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ ലൈഫിന് അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാനുള്ള ഒരു ഇത്. പിന്നെ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഓവർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റിംഗ് സൈക്കോളജി. ഒരാൾ എന്തുകൊണ്ടാണ് ഒരു സാധനം വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് സൈക്കോളജിയാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അതെന്ന് പറഞ്ഞാൽ അതൊരു ഉദാഹരണം പറയും. അതായത് ഇപ്പം നമ്മൾ പറയില്ലേ ലിമിറ്റഡ് സ്റ്റോക്സ് അവൈലബിൾ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കും. നമ്മൾ ലോജിക്കലി നമുക്ക് അറിയാമെങ്കിലും നമ്മളത് പോയി വാങ്ങിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിൻ്റെ റീസൺ ഉണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പണ്ട് സ്റ്റോൺ ഏജ് ഇല്ലേ, സ്റ്റോൺ ഏജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോത്രവർഗ്ഗക്കാരും അങ്ങനത്തെ ആദിമ മനുഷ്യന്മാരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ ഭയങ്കര എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല അത്. അപ്പോൾ ശരിക്കും നമ്മൾ അങ്ങനെ ഗ്രൂപ്പുകളൊക്കെ ഭക്ഷണം ലിമിറ്റഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടിണിയായി പോകും.
അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം അങ്ങനെ ട്രെയിൻഡാണ്, നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ അതിനുവേണ്ടി ട്യൂൺഡാണ്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി ഗ്രാബ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പണ്ടത്തെ ആ ഒരു നെർവസ് സിസ്റ്റം, ആ ഒരു ബ്രെയിൻ ഇപ്പോഴും അതുപോലെയാണ്. അതായത് നമ്മുടെ ഇപ്പോൾ എവല്യൂഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ചെറിയ ചേഞ്ചസ് വരിക. അപ്പോൾ പണ്ട് നമ്മൾ കാട്ടിൽ പോയി കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക, കാട്ടിൽ പോവാണ്, ഒരു കടുവ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കടുവ കണ്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ജീവൻ അപകടത്തിലായി, നമ്മുടെ സർവൈവലിനെ ബാധിക്കും അത്. അതേസമയം നമ്മളിപ്പോൾ ഒരു ആപ്പിൾ കണ്ടില്ല എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല, നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കടുവയെ അത്രയും നമ്മൾ ഫോക്കസ്ഡ് ആയിരുന്നാൽ മാത്രമേ കടുവയെ കാണാൻ പറ്റുള്ളൂ, അത്രയും അലേർട്ടായിരിക്കണം. അപ്പോൾ ത്രെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും വളരെ ഫോക്കസ്ഡാണ്, നമ്മുടെ ബ്രെയിൻ അതിനുവേണ്ടി ഫുള്ളി ഫോക്കസ്ഡാണ്. പക്ഷേ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്താൽ ഈ ചെറിയ ചേഞ്ചസ് വരുള്ളൂ. പക്ഷേ എന്ത് പറ്റും, ഒരു 100 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കംപ്ലീറ്റ് സറൗണ്ടിങ്സ് മാറുകയാണ്. പക്ഷേ നമ്മുടെ ബയോളജിയും നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ ഇപ്പോഴും പഴയ ഒരു നെർവസ് സിസ്റ്റം ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളൊരു ഡിജിറ്റൽ ഏജിൽ ഒരു സ്റ്റോൺ ഏജ് നെർവസ് സിസ്റ്റം ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ പഴയ ത്രെറ്റ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഓഫീസർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മീറ്റിങ്ങിൽ പോയി സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ത്രെറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി സംസാരിക്കുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ടൈഗറിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ റെസ്പോൺസാണ് നമ്മളുടെ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറയുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ബ്ലാങ്ക് ആയി പോകുന്നത്. എന്തുകൊണ്ടാണ് ബ്ലാങ്ക് ആയി പോകുന്നതെന്ന് അറിയോ? അതായത് നമ്മൾ കടുവയെ കാണുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യാൻ പാടില്ല, അവിടെ ഓടുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓടുക, അതായത് അവിടെ ചിന്തിക്കുക, ഞാൻ മരത്തിൽ കയറണോ, അവിടെ പോകണോ, ഇവിടെ പോകണോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സർവൈവലിനെ ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മുടെ ലോജിക്കൽ ബ്രെയിനിലേക്കുള്ള എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്കും കാലിലേക്കൊക്കെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടി നമ്മൾ ഓടും. നമ്മൾ ഇന്ന് വരെ ഓടാത്ത സ്പീഡിൽ നമ്മൾ ഓടും. അതേ ചെയ്യാൻ പാടില്ല അവിടെ. അപ്പോൾ നമ്മൾ ബ്ലാങ്ക് ആയിരിക്കും, നമുക്ക് ചിന്തകളുണ്ടാവില്ല. ഇതുപോലെയാണ് സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ ആ സെയിം ത്രെറ്റില്ലേ, ആൾക്കാരെ കാണുമ്പോഴുള്ള ഒരു ആങ്സൈറ്റി മൂലം സെയിം ത്രെറ്റ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും, ബ്ലാങ്ക് ആയി പോകും, സംസാരിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഈ ആങ്സൈറ്റി ഒക്കെ വരുന്നത്. ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ത്രെറ്റ് സിസ്റ്റമാണ് ആക്ടിവേറ്റ് ആവുന്നത്. ത്രെറ്റ് എന്ന് പറഞ്ഞ സാധനം കാണുമ്പം ഈ സെയിം സിസ്റ്റം ആക്ടിവേറ്റ് ആവും, നമ്മൾ ബ്ലാങ്ക് ആയി പോകും, സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നും. അതെ ചിലർ പറയുന്നത് ടോയ്ലറ്റിൽ പോയി ഫ്ലഷ് ആയി കഴിഞ്ഞാൽ സ്പീഡിൽ ഓടാൻ പറ്റുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് ബ്രെയിൻ, അതായത് എല്ലാ സിസ്റ്റവും അങ്ങനെ വർക്ക് ചെയ്യും. പിന്നെ അവസാനത്തെ ബുക്ക് എന്ന് പറഞ്ഞാൽ ഹൗ ടു കോച്ച് ജെൻസീസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഈ കോച്ചിങ്, അതായത് ഒരു ICF എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ഇൻ്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ എന്ന് പറയും. അവരാണ് വേൾഡിലെ കോച്ചിങ്ങിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ ട്രെയിൻഡാണ്, അത് ICF ട്രെയിൻഡാണ്, സർട്ടിഫൈഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പുറത്തൊക്കെ നോക്കി, പുറത്തെ ഒരു യൂറോപ്യൻ കൺട്രീസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു ഫാമിലി കോച്ചും ഉണ്ടാവും. അപ്പോൾ ഈ കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൻഡിലേക്ക് വരുന്നൊരു കോച്ചിങ് അല്ല. അതായത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കാം, ഇപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് ഇല്ല. അപ്പോൾ ഞാൻ കോച്ചുമായിട്ടിരിക്കും. കോച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. വളരെ ലോജിക്കലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ആൻസർ കിട്ടും, നമ്മുടെ സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. അതാണ് ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം അത് ഇവിടെ അത്ര പോപ്പുലറായിട്ട് വരുന്നില്ല, ഇപ്പോൾ പോപ്പുലറായിട്ട് വരുന്നേ ഉള്ളൂ. അതായത് കൂടുതലും ഇപ്പം എക്സിക്യൂട്ടീവ്സും അതുപോലെ CEOs ഒക്കെ എപ്പോഴും അവർക്കൊരു കോച്ച് ഉണ്ടാവും, ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും. അവരിപ്പോൾ ഒരു ഡിസിഷൻ അവർക്ക് ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ അവർ കോച്ചിങ്ങിന് അവിടെ പോയിരിക്കും, 1 മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യും. കോച്ച് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യും, ചോദിക്കും, അതിനുള്ള ആൻസർ പറയും, അവർക്ക് സൊല്യൂഷൻ കിട്ടും. സൊല്യൂഷൻ ഉള്ളിൽ നിന്ന് വരും. കാരണം ഒരു പ്രോബ്ലം ഏറ്റവും നന്നായിട്ട് അറിയുന്ന അത് അയാൾ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം സൊല്യൂഷൻ അയാളിൽ നിന്ന് വരുമ്പോഴായിരിക്കും ഏറ്റവും പ്രോപ്പറായിട്ട് സൊല്യൂഷൻ ആവുക. അപ്പോൾ അതാണ് ഈ കോച്ചിങ് എന്ന് പറയുന്നത്, ഈ ICF ബേസ്ഡ് കോച്ചിങ്. അപ്പോൾ അത് ജെൻസീസ് എങ്ങനെ കോച്ച് ചെയ്യാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം ഒരു പഴയ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിരുന്നത്. അപ്പം ഞാനത് പുതിയ ഫ്രെയിം വർക്ക്സൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ള എൻ്റെ ഒരു ഐഡിയ എഴുതിയതാണ് ആ ഒരു ബുക്ക് ശരിക്കും. ഈ കോച്ചിങ്ങിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതായത് ഇപ്പോൾ നമുക്കൊരു ബിസിനസ്, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ബ്രേവ് ഇന്ത്യ ആണെങ്കിലും അതൊരു ബിസിനസ് തന്നെയാണല്ലോ. അപ്പോൾ അത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നേട്ടങ്ങളുണ്ട്, എന്നാൽ പ്രതിസന്ധികളുമുണ്ട്, എല്ലാം നേരിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ ഒരു അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഇത് ഏത് ബിസിനസ്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ, എത്തിക്കാൻ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രാക്ടീസ്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? അപ്പോൾ ബിസിനസ് സക്സസ്സിൽ ഞാൻ എൻ്റെ ഒരു ഐഡിയ പറയാം. ആദ്യത്തെ മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഇവിടെ. കാരണം നമ്മൾ ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ ഫെയിലാവുന്നത് എന്തോ മോശമാണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എക്സാമിലായി കഴിഞ്ഞാൽ ഫെയിലാവുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു നെഗറ്റീവാണല്ലോ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നൊരു ഇമ്പ്രഷൻ, ഫെയിലാവുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഫെയിലിയേഴ്സിന് നമ്മൾ ഫീഡ്ബാക്ക് എന്നുള്ളൊരിതിൽ മാത്രമേ കാണാൻ പാടുള്ളൂ. അതായത് ഫെയിലിയേഴ്സ് ഇല്ല, സക്സസ്സും ഫീഡ്ബാക്കും ഉള്ളൂ.
ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലെസൺ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട്, എന്ത് നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു സിഗ്നൽ മാത്രമാണത്. നമ്മളെവിടെ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്തോന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിഗ്നൽ തരുന്നു. ഫെയിലിയർ എന്ന് അതുകൊണ്ടാണ് ഈ ഫെയിലിയർ ചെറുപ്പത്തിലായാലും നമ്മൾ എക്സാമിന് ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരുണ്ടല്ലോ ഫെയിലായിട്ട് ആത്മഹത്യ ചെയ്ത് കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മൾ ശരിക്കും കുട്ടികളെ ഫെയിലാവാൻ പഠിപ്പിക്കണം എന്നാണ് പറയുക. കാരണം അവരെ ഫെയിലാവാൻ പഠിപ്പിക്കണം. അവർ ഫെയിൽ ചെയ്തിട്ട് ആ ഫെയിലിയർ ഇതിൻ്റെ ഭാഗം, നമ്മളെ നോർമൽ ലൈഫിൻ്റെ ഭാഗമാണെന്ന് അവർക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് ബിസിനസ്സിൽ ഫെയിലാവുന്ന ആൾക്കാർ അവിടെ തന്നെ ഉപേക്ഷിക്കുന്നത്. കാരണം ഫെയിലായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റു എന്നാണ്. പിന്നെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് മാത്രമാണ് നമ്മുടെ മൈൻഡിൽ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടി, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, ഇനിയും അപ്പോൾ ഇത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് ഫീഡ്ബാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റാണ്. എനിക്കൊന്ന് 80% നമ്മുടെ മൈൻഡ് സെറ്റും 20% നമ്മുടെ ആക്ഷനുമാണ്. ആക്ഷൻ എന്തായാലും വേണം, മൈൻഡ് സെറ്റും വേണം. ഈ മൈൻഡ് സെറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു റേഡിയോ ട്യൂൺ ചെയ്യുന്നതെന്ന് മനസ്സിൽ വിചാരിക്കാം. അതായത് ഇപ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് സിഗ്നൽസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു FM റേഡിയോ ആണ്, നമ്മളിപ്പോൾ 98.5 ട്യൂൺ ചെയ്താൽ എന്താ സംഭവിക്കുക, ആ ഒരു ഫ്രീക്വൻസിയിലുള്ള സാധനങ്ങൾ വന്ന് നമ്മളത് കേൾക്കാൻ തുടങ്ങി. നമ്മളത് ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതുപോലെ ഇത് ഡിബേറ്റ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ്. അതായത് ഈ അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് നമ്മുടെ ചുറ്റുമുണ്ടെന്ന് പറയുന്നത്. നമ്മളതിനെ ഈ റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെ ട്യൂൺ ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ എന്ത് ഇമോഷൻസ് ആണോ, നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണോ നമ്മൾ ശരിക്കും ട്യൂൺ ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ് സക്സസ് ആവുക എന്ന് പറഞ്ഞൊരു പൊട്ടൻഷ്യൽ പോസിബിലിറ്റീസ് അവിടെ ഉണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യപ്പെടുന്നത് അപ്പോഴാണ് നമ്മൾ സക്സസ്സിലേക്ക് പോവുള്ളൂ. അപ്പോൾ ട്യൂൺ ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന് അലൈൻഡ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്മാൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് ചെറിയ കടങ്ങളെ പറ്റിയും അല്ലെങ്കിൽ എങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു, വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ ഫോക്കസ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു അംബാനി അദാനി എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അവർ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കില്ല. അവരെപ്പോഴും പുതിയ വിഷനിലേക്കായിരിക്കും ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവുക. അവർ സ്റ്റേബിളായി ഒരു ലെവൽ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. പക്ഷേ എപ്പോഴാണോ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, അതായത് നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുകയാണ് ഞാൻ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്മാൻ ആണ്, നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫീലും ആ ഒരു ചിന്തയും നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ഓൾറെഡി സക്സസ്ഫുൾ ആണെന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഒരു എനർജി മാറാൻ തുടങ്ങും. നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്ന മാറാൻ തുടങ്ങും. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറാൻ തുടങ്ങും. നമ്മൾ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ള ആൾക്കാരിൽ പ്രകടമായിരിക്കും. ഞാൻ സക്സസ്ഫുൾ ആയിട്ടൊരു ബിസിനസ്മാൻ ആണെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ കൺവിൻസ്ഡ് ആവും. അതേസമയം നമ്മൾ ഫെയിൽഡ് ആയിരിക്കുകയാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ ഒരു എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്യൂച്ചറിൽ എന്താവണം, എനിക്കത് വേണം എന്നല്ല, ഞാനതായി കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് ഉറപ്പിക്കാൻ പറ്റണം. എന്നിട്ട് നമ്മളത് ഇമോഷണലൈസ് ചെയ്യുക. അതായത് നമ്മൾ ആ ഒരു ഇമോഷൻ, അതായത് അത് ആയി കഴിയുമ്പം നമുക്ക് കിട്ടുന്നൊരു ഇമോഷൻ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, ചിലപ്പം ഒരു ഫ്രീഡം ഉണ്ടാവും. അതൊക്കെ നമ്മൾ നിലവിൽ ഈ മൊമെൻറ്റിൽ അനുഭവിക്കാൻ പറ്റുമെന്ന് നോക്കുക. അത് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ മാറാൻ തുടങ്ങും. ഇതാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത്. അതാണ് ഒരു ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതായത് നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ളൊരു, നമ്മളിപ്പോൾ ഡേ ഡ്രീമിംഗ് എന്ന് പറയില്ല, വെറുതെ ഇരുന്ന് സ്വപ്നം കാണുന്നത്, അതല്ല. നമ്മൾ തീവ്രമായിട്ട് നമ്മുടെ മനസ്സിൽ അതായി കഴിഞ്ഞതായിട്ടുള്ള ചിന്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആർക്കും നമ്മൾ തടക്കാൻ പറ്റില്ലെന്ന് പറയാം. നമ്മളവിടെ എത്തിച്ചേരും. കാരണം എല്ലാം അനുകൂലമായിട്ട് വരാൻ തുടങ്ങും പിന്നീട്. അതേസമയം നമ്മൾ ഫെയിലിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സക്സസ് ആവാനും നമുക്ക് ഫെയിൽ ആവാതിരിക്കാനും പറ്റില്ല. നമ്മൾ ഫെയിൽ ആയിക്കൊണ്ടേയിരിക്കും. ആർക്കും അതിന് തടയാനും പറ്റില്ല. അങ്ങനെയുണ്ട്. അതായത് നമ്മൾ അതിലേക്ക് തന്നെ എത്തും. ഒരു ഫെയിലിയറിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ തിങ്ക് ചെയ്ത് കൊണ്ടുപോയിരുന്നാൽ അത് തന്നെ സംഭവിക്കുള്ളൂ. അത് നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. അത് നമ്മളിപ്പോൾ ഒരു ഹൈവേയിൽ വണ്ടി പിടിച്ച് പോകാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാം. പെട്ടെന്ന് ഒരാൾ ക്രോസ് ചെയ്ത് ചാടിയെന്ന് വിചാരിക്കാം. നമ്മൾ അയാൾ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചോ. നമ്മുടെ മനസ്സിൽ അയാൾ ഇടിക്കാതിരിക്കാനാണ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ അയാൾ പോയി ഇടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം. അതായത് ഈ സൈക്കിൾ ചവിട്ടുന്ന സമയത്തായ നമ്മൾ ആദ്യം സൈക്കിൾ പഠിക്കുമ്പോഴേ സ്വാഭാവികമായിട്ട് ഇത് സ്ഥിരം സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ സൈക്കിൾ പഠിക്കുമ്പോൾ നമ്മൾ ദൂരെ കൂടെ പോകുന്ന ഒരാളെ അയാൾ ഇടിക്കില്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അയാളെ തന്നെ കൊണ്ടിടിക്കും. അതെ, കാരണം നമ്മുടെ മനസ്സിൽ ചിന്ത എന്താ, അയാളാണ്, അയാളിലേക്കാണ് ഫോക്കസ്ഡ്. അപ്പോൾ അയാളിലേക്ക് ഫോക്കസ്ഡ് ആകുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ഡ്രൈവ് ചെയ്യും നമ്മളെ. അപ്പോൾ നമ്മളിപ്പം
ഒരാൾ ഇടിക്കണ്ടെന്ന് ചിന്തിക്കുന്നതിന് നമ്മളൊരു എം ടി സ്പേസിലേക്ക് ഇടിക്കാനാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ എം ടി സ്പേസിൽ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇടിക്കാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണേ, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പം നമ്മൾ ഒരാൾ ഇടിക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ അയാൾ പോയി ഇടിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഇപ്പം മൈൻഡിൽ അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറയുകയാണ് ഒരു പച്ച ആനയെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറയാമെന്ന് വിചാരിച്ചോ, ശരിയാണ്, പച്ച ആന നമ്മൾ മൈൻഡിലേക്ക് വരും. അതെ, പച്ച കളറുള്ള ആന തന്നെ വരുള്ളൂ. അതെ. അപ്പോൾ നമ്മൾ മൈൻഡിൽ എന്ത് പറയുന്നു, നമ്മൾ എന്ത് ചെയ്യരുതെന്ന് പറയുന്നതിൽ കാര്യമില്ല. എന്തിനെക്കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് അതിലേക്ക് നമ്മൾ പോവുള്ളൂ. നമ്മളത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ അതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന, അതായത് എനിക്ക് കഷ്ടപ്പാടൊന്നും വരുത്തരുതേ എന്ന് പറയാമെന്ന് വിചാരിച്ചോ, നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ശരിക്ക് കഷ്ടപ്പാടാണ്. അപ്പോൾ കഷ്ടപ്പാട് വന്നുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഈശ്വരനെ വിളിച്ച് നമ്മളിത് പ്രാർത്ഥിക്കുകയെന്ന് വിചാരിച്ചോ, കഷ്ടപ്പാട് വരുത്തരുന്നത് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടമാനം കഷ്ടപ്പാട് വന്നുകൊണ്ടേയിരിക്കും. കാരണം അത്ര ഡീപ്പ് ഇമോഷനിലാണ് നമ്മൾ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം ഇത് എല്ലാവരും ചെയ്യാവുന്ന കാരണം എനിക്ക് അസുഖങ്ങളൊന്നും വരുത്തരുതേ എന്ന് പറയില്ലേ, ആ മൊമെൻറ്റിൽ നമ്മൾ അസുഖങ്ങളെ ഇൻവൈറ്റ് ചെയ്യുക ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, വളരെ ഒരുപാട് ചിന്തിക്കേണ്ട, അതായത് ഒരുപാട് നമുക്ക് മനസ്സിൽ ആക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ടെക്കി ലൈഫിൽ നിന്നൊരു ഇങ്ങനൊരു ഇതിലേക്കുള്ളൊരു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ടെക്കി വിട്ടിട്ടില്ല, അതും പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഇതിലേക്ക് മാറുക എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത്. അതെ, അപ്പോൾ ശരിയാണ്. അതായത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ സ്ട്രെസ്സ്, പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരുപാട് ഉണ്ട്. ഇപ്പം നമുക്ക് പത്രങ്ങളിൽ തന്നെ വായിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടാവും, അത് ചിലപ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ലോകം, പുതിയ തലമുറ, ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവർക്കൊക്കെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്ന രീതിയിൽ, ഇമോഷൻസ് വരുന്ന രീതിയിൽ മാറ്റാനുള്ള ഒരു ആളായിട്ട് സ്വാതി അംബുജാക്ഷൻ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള അഡ്വൈസ് ആവശ്യമാണ്. അത് കൂടുതൽ കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.